യഹൂദനായിരുന്നു അവൻ. മിശിഹ, നീ ഈ പറയുന്ന കല്ല് വെച്ചതോടെ ഞങ്ങൾ വിശ്വസിക്കണം? ഇപ്പൊ ഒരു നാടകം ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് യഹൂദ സംസാരിച്ചത് അതൊരു സ്ത്രീയോട്. ഞാൻ പറഞ്ഞത് സത്യമാണ്. നമുക്ക് രക്ഷയായി വന്നിരിക്കുന്നു. അവനോട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവൻ മിശിഹയാണ്, നമ്മുടെ എല്ലാവരുടെയും രക്ഷ. അവനാണ് ക്രിസ്തു. You are the word at the beginning, one with God the Most High. Your hidden glory in creation, now revealed in you are Christ. What a beautiful name it is. What a beautiful name it is. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. മിശിഹ, അവൻ എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അവന് നമ്മളെല്ലാവരും അറിയാം, എല്ലാം അറിയാം. പിന്നെ ശിഖ എങ്ങനെ തോന്നണതിന് കീഴെ വെള്ളം പറയാം? അവള് പറയുന്നത് സത്യമാണെങ്കിലും അവൾ ആദ്യം ഒന്ന് പറയട്ടെ. വെള്ളം കുടിക്കാൻ തരാമോ? കുടിക്കാൻ അല്പം വെള്ളം. നിങ്ങളൊരു യഹൂദനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു സമരിയക്കാരിയാണ്. എന്നിട്ടും നിങ്ങളെന്തിനാ എന്നോട് വെള്ളം ചോദിക്കുന്നു? നിങ്ങൾക്കത് അശുദ്ധിയല്ലേ? ദാഹിക്കുമ്പോ വെള്ളം കൊടുക്കുന്നത് എങ്ങനെ അശുദ്ധിയാവും? ഇതുവഴി യഹൂദരാരും സഞ്ചരിക്കാറില്ലല്ലോ, അത് ഈ സമയത്ത്. പിന്നെ നിങ്ങളെങ്ങനെ അവിടെ എത്തി? നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? എന്തിന്? എനിക്കിപ്പോഴും ദാഹിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് അശുദ്ധിയാണ്. അല്ല, നിങ്ങൾ ശരിക്കും ആരാണ്? ശരി, പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു. അപ്പോൾ ഞാൻ പറയാം ഞാൻ ആരാണ്. എനിക്ക് ഭർത്താവില്ല. അതെ, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ കൂടെയുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഗുരു, അങ്ങ് പ്രവാചകനാണോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട്
ജീവജലം ആവശ്യപ്പെടുമായിരുന്നു. ഗുരു, അങ്ങനെ നമുക്കൊരു തൊട്ടിയോ വെള്ളം എടുക്കാനുള്ള പാത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. കിണറാണെങ്കിൽ ആഴമുള്ളത്. പിന്നെ പിന്നെ അങ്ങ് എനിക്ക് എങ്ങനെ ജീവന്റെ ജലം നൽകും? ഞാൻ ഈ ജലത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ ജലം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഗുരു, എന്നാൽ ആ ജലം എനിക്ക് തരിക. ഇനിമേലിൽ ഈ ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഈ ഉച്ച നേരത്തെ എനിക്കിവിടെ വരണ്ടല്ലോ. മകളെ, നീ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ഭയപ്പെട്ട് അവരുടെ കണ്ണു വെട്ടിച്ചത് ഈ അസഹ്യമായ ചൂടിൽ ഇവിടെ വരുന്നത്? എല്ലാവരും വെറുക്കപ്പെട്ടവളാണ്. എന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ എനിക്ക് ആരുമില്ല. ഞാൻ ഒരു പാപിയാണ്. ഇനി മുതൽ അങ്ങനെയല്ല. നിനക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷ എങ്ങനെ? ഒന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിക്കേണ്ട ദേവാലയം പോലും ഞങ്ങൾക്കായില്ല. പണ്ട് മലമുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ യഹൂദർ പറയുന്നത് ജെറുസലേമിൽ മാത്രമാണ് യഥാർത്ഥ ആരാധന എന്നാണ്. ഈ മലയിലോ ജെറുസലേം ദേവാലയത്തിലോ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു. ദൈവം നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയാണ്. ആത്മാവിലും സത്യത്തിലും നിനക്ക് ദൈവത്തെ മനസ്സിൽ ആരാധിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കാൻ അതുതന്നെയാണ് ശരിക്കുള്ള ആരാധന. അപ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. തീർച്ചയായും, ആത്മാവിലും സത്യത്തിലും. മിശിഹ വന്നു കഴിയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുമെന്ന് എനിക്കറിയാം. അങ്ങ് എന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. ഇതറിയുന്ന ആദ്യത്തെ ആൾ നീയാണ്. ഞാൻ ഇതുവരെ ഇത് പരസ്യപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെട്ടവളാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഇത്രയും ദൂരം താണ്ടി ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത് അവിചാരിതമായിട്ടാണെന്ന് നിനക്ക് തോന്നുന്നു. ഞാൻ നിന്നെ നേടാൻ വന്നതാണ്. ക്രിസ്തു, നീ എന്റേതാണ്. നീ ഒരിക്കലും തനിച്ചല്ല. ഞാൻ നിന്നെ കാണുന്നു. മേലിൽ പാപം ചെയ്തു. അതെ, വെള്ളം എടുത്തില്ല. പിന്നെ ഇതൊക്കെ ഞങ്ങളെ വിശ്വസിക്കണം അല്ലേ? മിശിഹ പോലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഓരോ കെട്ടുകഥകളെ. കെട്ടുകഥകളോ? അവൾ പറഞ്ഞത് സത്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് കിളവാ. ഇവിടെ നിങ്ങൾ മറന്നുപോയോ? അതോ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നില്ലേ? ഇവളുടെ കല്യാണ വീരാകളെ നമുക്കറിയാവുന്നതല്ലേ? വിശിഹാവോലും അല്ലെങ്കിൽ തന്നെ ഇവളെ പോലുള്ള നശിച്ച സ്ത്രീ വിശിഹ എങ്ങനെ ദർശനം കൊടുക്കാനാ?
പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ പാപിയായിരുന്നു. നിങ്ങളാൽ അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു മോശ സ്ത്രീ. എന്നാൽ എന്നെ അറിയുന്ന, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവിനെ ഞാൻ കണ്ടു. എന്നെ എന്റെ പാപാവസ്ഥയിൽ നിന്നും കൈപിടിച്ചു ഉയർത്തി. ഇനി ഞാൻ അവന്റേതാണ്. ഏതവസ്ഥയിലും അവന്റെ നാമം ഞാൻ ഉച്ചത്തിൽ പ്രഘോഷിക്കും. അവൻ എന്റെ ചെവികളിൽ മന്ത്രിച്ചത് ഞാൻ പുരമുകളിൽ പ്രഘോഷിക്കും.